Hello, Assalamu alaikum. How are you? How is your previous class? In our previous class, we learned 8th paragraph of our lesson, A Truly Beautiful Mind. Am I right? Okay. Now we are going to discuss the remaining paragraph of our chapter. This lesson throws a light on Albert Einstein's life and his works in the field of science and world politics. Okay, let's start our class. Are you ready? Okay, listen. One of the famous papers of 1905 was Einstein's special theory of relativity, according to which time and distance are not absolute. Indeed, two perfectly accurate clocks will not continue to show the same time if they come together again after a journey if one of them has been moving very fast relative to the other. From this followed the world's most famous formula which describes the relationship between mass and energy is equal to mc square. Listen, one of the famous papers of 1905 was Einstein's special theory of relativity. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു അദ്ദേഹത്തിന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിന്റെ ഒരു ഡ്രോ തന്നെ അദ്ദേഹത്തിന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിന്റെ ബ്യൂറോ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഡ്രോ എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അങ്ങനെ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഈ തിയറി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് പേഴ്സൺസ് ഒരു പ്ലേസിൽ നിന്ന് കറക്റ്റ് ടൈമിന് ക്ലോക്കിൽ സെക്കൻഡിനോ മിനിറ്റിനോ ഒന്നിനും വ്യത്യാസമില്ലാതെ കറക്റ്റ് ടൈമിന് ഒരേ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചാലും ഒരേ ഡിസ്റ്റൻസിൽ യാത്ര പോയി കഴിഞ്ഞാലും ടൈമിൽ വ്യത്യാസം വരും എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. അതോടെ പറയുന്നത് അക്കോർഡിംഗ് ടു വിച്ച് time and distance are not absolute. Indeed, two perfectly accurate clock will not continue to show the same time. രണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലോക്ക് ഒരിക്കലും കറക്റ്റ് ടൈം രണ്ടും ഒരേ ടൈം കാണിക്കൂലെന്ന്. ഒരേ ഡിസ്റ്റൻസിലാണ് രണ്ടാൾക്കാർ നടന്നു പോകുന്നത്, കറക്റ്റ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ ആ ഒരു ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ട് അവരുടെ വാച്ചിലുള്ള രണ്ടിന്റെ ടൈം നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. will not continue to show the same time if they come together again after a journey if one of them has been moving very fast relative to the other. പറയുന്നത് ഒരു വാച്ചിനെക്കാളും മറ്റൊരു വാച്ച് തീർച്ചയായിട്ടും കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും, കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവും. From this followed the world's most famous formula which describes the relationship between mass and energy. ആ ഒരു തിയറിനെ ബേസ് ചെയ്തിട്ടാണ് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫോർമുല എന്ത് ചെയ്യുന്നത് പുറത്തിറങ്ങുന്നത്. ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല പുറത്തിറങ്ങുന്നത്. ഓക്കെ, absolute means measured in itself, not in relation to anything else. Got it? Next paragraph. While Einstein was solving the most difficult problems in physics, his private life was unraveling. Albert had wanted to marry Mileva right after finishing his studies, but his mother was against it. She brought Mileva, who was 3 years older than her son, was too old for him. She was also bothered by Mileva's intelligence. She is a book like you, his mother said. Einstein put the wedding off. But while Einstein was solving the most difficult problems in physics, അദ്ദേഹം ഫിസിക്സിലുള്ള ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് അദ്ദേഹം സോൾവ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലൈഫ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് എന്തായിരുന്നു? അൺട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടു ഫെയിൽ. അതൊരു ഫെയിൽ ആയിരുന്നു. കാരണം ആൽബർട്ട് ഹാഡ് വാണ്ട് ടു മാരി മിലേവ, കൂടെ പഠിച്ചിരുന്ന കുട്ടി അല്ലെ, ആ കുട്ടീനെ കല്യാണം കഴിക്കണം എന്ന് ആൽബർട്ടിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. റൈറ്റ് ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് സ്റ്റഡീസ്, അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിന് മിലേവ എന്ന് പറയുന്ന കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഹിസ് മദർ വാസ് അഗെയിൻസ്റ്റ് ഇറ്റ്, ബട്ട് അദ്ദേഹത്തിന്റെ അമ്മ അതിന് എതിരായിരുന്നു. ഷീ തോട്ട് മിലേവ ഹു വാസ് 3 years older than her son. അമ്മ അതിനെ എതിരെ നിൽക്കാനുള്ള കാരണം ഒന്ന് വന്നിട്ട് ഐൻസ്റ്റൈനെക്കാളും 3 വയസ്സ് കൂടുതലായിരുന്നു ആർക്ക്? മിലേവയ്ക്ക്. വാസ് ടു ഓൾഡ് ഫോർ ഹിം, അദ്ദേഹത്തിനേക്കാളും ഏജ് കൂടുതലായതുകൊണ്ടാണ് അമ്മ അത് എതിർത്തിരുന്നത്. അത് മാത്രമല്ല
She was also bothered by Minerva's intelligence. Minerva എന്ന് പറയുന്ന കുട്ടി ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടിയാണ് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അമ്മ ഐൻസ്റ്റീൻ്റെ അടുത്ത് പറഞ്ഞു ഷീ ഈസ് എ ബുക്ക് ലൈക്ക് യു. നിന്നെ പോലെ തന്നെ ഒരു ഭയങ്കര ബുക്ക് റീഡിങ് അങ്ങനെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു. ഹിസ് മദർ സെഡ് ഐൻസ്റ്റീൻ പുട്ട് എ വെഡിങ് ഓഫ്. പക്ഷെ ഐൻസ്റ്റീൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെ മാരേജ് കഴിഞ്ഞു. അൺട്രാവലിംഗ് മീൻസ് സ്റ്റാർട്ടിംഗ് ടു ഫെയിൽ. നെക്സ്റ്റ്, the pair finally married in January 1903 and had 2 sons, but a few years later the marriage faltered. Mileva meanwhile was losing her intellectual ambition and becoming an unhappy housewife. After years of constant fighting, the couple finally divorced in 1919. Einstein married his cousin Elsa the same year. So the pair finally married in January 1903. 1903 അവർ രണ്ടുപേരും എന്ത് ചെയ്തു? കല്യാണം കഴിഞ്ഞു. ആരൊക്കെയാ? ഐൻസ്റ്റീനും മിലേവയും. അങ്ങനെ അവർക്ക് 2 കുട്ടികൾ ജനിച്ചു. and had 2 sons, 2 ആൺകുട്ടികൾ. But a few years later the marriage faltered. Faltered means became weak. പക്ഷെ കുറച്ച് വർഷങ്ങളെ അവരങ്ങനെ സന്തോഷത്തിൽ ജീവിച്ചുള്ളൂ. പിന്നൊക്കെ ആ ജീവിതം ഭയങ്കര ഫെയിൽ ആയിരുന്നു. കാരണം മിലേവ meanwhile was losing her intellectual ambition and becoming an unhappy housewife. മിലേവയ്ക്ക് കല്യാണം കഴിഞ്ഞത് മിലേവ അതേ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള പെൺകുട്ടിയായിരുന്നു. പക്ഷെ അവൾക്ക് എല്ലാം നഷ്ടപ്പെട്ട മാതിരി അവൾക്ക് കുറെ അംബിഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ അവൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ഒരു അൺഹാപ്പി ഹൗസ് വൈഫ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. അതോടുകൂടി അവരുടെ ലൈഫിൽ പ്രോബ്ലംസും സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് കോൺസ്റ്റന്റ് ഫൈറ്റിംഗ്, അങ്ങനെ കുറെ വർഷത്തെ പരസ്പരമുള്ള ആ ഫൈറ്റിന് ശേഷം ദ കപ്പിൾ ഫൈനലി ഡിവോഴ്സ്ഡ് ഇൻ 1990. 1903 അവർ വിവാഹിതരായി. 1919 അവര് ഡൈവോഴ്സ് ആവുകയും ചെയ്തു. ഐൻസ്റ്റീൻ മാരീഡ് ഹിസ് കസിൻ എൽസ ദ സെയിം ഇയർ. പക്ഷെ ഐൻസ്റ്റീൻ എന്ത് ചെയ്തു? ഐൻസ്റ്റീന്റെ കസിനായ എൽസനെ അതേ വർഷം തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു. ഫാൾട്ടർഡ് മീൻസ് became weak. Next, Einstein's new personal chapter coincided with his rise to world fame. In 1915, he had published his general theory of relativity, which provided a new interpretation of gravity. An eclipse of the sun in 1919 brought proof that it was accurate. Einstein had correctly calculated in advance the extent to which the light from fixed stars would be deflected through the sun's gravitational field. The newspapers proclaimed his work as scientific revolution. Einstein's new personal chapter coincides with his rise to world fame. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ചാപ്റ്റർ എന്താണ്? യാദൃച്ഛികമായി അദ്ദേഹത്തിന് ലോക പ്രശസ്തി നേടിക്കൊടുത്തു. അതേതായിരുന്നു? In 1915 he had published his general theory of relativity. General theory of relativity അദ്ദേഹം 1915 പബ്ലിഷ് ചെയ്തു. which provided a new interpretation of gravity. എന്താണ് ന്യൂ ഇന്റർപ്രിട്ടേഷൻ? ഗ്രാവിറ്റിനെ കുറിച്ച്, ഗ്രാവിറ്റി മീൻസ് ഗുരുത്വാകർഷണത്തെ കുറിച്ച് പുതിയ ഒരു വ്യാഖ്യാനം അദ്ദേഹം അതിലൂടെ നടത്തി. An eclipse, എന്തായിരുന്നു വ്യാഖ്യാനം? An eclipse of the sun in 1919 brought proof that it was accurate. അദ്ദേഹം നടത്തിയ ആ ഒരു വ്യാഖ്യാനം കറക്റ്റ് ആണെന്ന് ആ വർഷം ഉണ്ടായ സൂര്യഗ്രഹണത്തിൽ തെളിയിക്കപ്പെടുകയും ചെയ്തു. Einstein had correctly calculated in advance the extent to which the light from the fixed stars would be deflected through the sun's gravitational field. എന്താ അദ്ദേഹം പറയുന്നത്? നിശ്ചിത നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം സൂര്യന്റെ ഗുരുത്വാകർഷണ മണ്ഡലത്തിലൂടെ എത്രത്തോളം വ്യതിചലിക്കുമെന്ന് ഐൻസ്റ്റീൻ മുൻകൂട്ടി കൃത്യമായി കണക്കാക്കിയിരുന്നു. ഐൻസ്റ്റീൻ എന്ത് ചെയ്യണേ? കറക്റ്റ് ആയിട്ട് പറഞ്ഞു എത്രത്തോളാണ് ഈ സൂര്യന്റെ ഗുരുത്വാകർഷണ ശക്തിയിലൂടെ ഒരു പ്രകാശം കടന്നു പോകുന്നതെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ കണ്ടുപിടുത്തം ആ വർഷം ഉണ്ടായ സൂര്യഗ്രഹണത്തിൽ കറക്റ്റ് ആയിട്ട് തെളിയിക്കപ്പെടുകയും ചെയ്തു. The newspapers proclaimed his work as scientific revolution. അപ്പോഴത്തെ ന്യൂസ് പേപ്പേഴ്സ് എന്ത് ചെയ്തു? proclaimed means വിളംബരം ചെയ്യാം. എന്താ വിളംബരം ചെയ്ത്? ഇത് സയന്റിഫിക് റെവല്യൂഷൻ ആണെന്ന് വിളംബരം ചെയ്യുകയും ചെയ്തു. Okay? Deflected means change direction because it hit something. Got it? Next. Einstein received the Nobel Prize for Physics in 1921. He was showered with honors and invitation from all over the world and lauded by the press. അങ്ങനെ ഐൻസ്റ്റീനെ ഫിസിക്സിനുള്ള നൊബേൽ പ്രൈസ് 1921 ഫിസിക്സിനുള്ള നൊബേൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടി.
He was showered with honors and invitation from all over the world. എന്താണ് ലോകത്തിലുള്ള എല്ലാ ഹോണേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരുടെയും ബഹുമതികളും പിന്നെ ക്ഷണങ്ങളും അദ്ദേഹത്തിന് വരാൻ തുടങ്ങി. ആൻഡ് ലോഡഡ് ബൈ ദ പ്രസ്. ലോഡഡ് മീൻസ് പ്രശംസിക്കുക. പ്രസ് എന്ത് ചെയ്തു? പത്രങ്ങൾ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ പ്രശംസിച്ചു. നെക്സ്റ്റ് 14th paragraph. When the Nazis came to power in Germany in 1933, Einstein emigrated to the United States. 5 years later, the discovery of nuclear fission in Berlin had American physicists in an uproar. Many of them had fled from fascism, just as Einstein had, and now they were afraid the Nazis would build and use an atomic bomb. So when the Nazis came to power in Germany in 1933, World War II നടന്നുകൊണ്ടിരിക്കുക അല്ലെ. When the Nazis came to power in Germany, ജർമ്മനിയിൽ നാസിസ് ഭയങ്കര പവർഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ഐൻസ്റ്റീൻ എമിഗ്രേറ്റഡ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഐൻസ്റ്റീന് അവിടെ നാസിസത്തിന്റെ ഭയങ്കരമായ ഉപദ്രവം സഹിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഐൻസ്റ്റീൻ എവിടേക്ക് താമസം മാറി? അമേരിക്കയിലേക്ക് താമസം മാറി. 5 years later, the discovery of nuclear fission in Berlin had American physicists in an uproar. അദ്ദേഹം കണ്ടെത്തിയ ന്യൂക്ലിയർ ഫിഷൻ എന്തായി? ബെർലിനിൽ വെച്ചിട്ട് അദ്ദേഹം കണ്ടെത്തിയ ന്യൂക്ലിയർ ഫിഷൻ അമേരിക്കയിലുള്ള ഫിസിസ്റ്റിന്റെ ഇടയിലൊക്കെ ഒരു വലിയൊരു പ്രശ്നത്തിന് കാരണമായി. മെനി ഓഫ് ദം ഹാഡ് ഫ്ലഡ് ഫ്രം ഫാസിസം, ജസ്റ്റ് ആസ് ഐൻസ്റ്റീൻ ഹാഡ്. ഐൻസ്റ്റീൻ ഫാസിസത്തിൽ നിന്ന് ഓടി വന്ന പോലെ തന്നെ എന്താണ് ഇങ്ങനെ ഈ അമേരിക്കയിലുള്ള സയന്റിസ്റ്റും ഈ നാസിസത്തിനെ പേടിച്ച് ഫാസിസത്തിൽ നിന്ന് ഒളിച്ചോടി. ആൻഡ് നൗ ദേ വേർ അഫ്രൈഡ് ദ നാസിസ് കുഡ് ബിൽഡ് ആൻഡ് യൂസ് ആൻ ആറ്റോമിക് ബോംബ്. എന്താ വെച്ചാൽ നാസിസം എന്ത് ചെയ്യാണ്? ആറ്റോമിക് ബോംബ് യൂസ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്താ അവിടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റ് ഒക്കെ കുറെ അവിടുന്ന് ഒളിച്ചോടിപ്പോയി. ഇൻ ആൻ അബ്രോഡ് എന്ന് പറഞ്ഞാൽ വെരി അപ്സെറ്റ്. 15th. At the urging of colleague, Einstein wrote a letter to the American President Franklin D. Roosevelt on 2 August 1939, in which he warned a single bomb of this type exploded in a port might very well destroy the whole port together with some of the surrounding territory. His words did not fail to have an effect. The Americans developed the atomic bomb in a secret project of their own and dropped it on the Japanese city of Hiroshima and Nagasaki in August 1945. അങ്ങനെ നാസിസത്തിനെ പേടിച്ച് ഫാസിസം ഇരിക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ ഒരു ആറ്റോമിക് ബോംബ് എന്ത് ചെയ്യാണ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഐൻസ്റ്റീന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഫ്രാങ്ക് ഡി റൂസ്വെൽറ്റിന് ഒരു കത്തെഴുതി. അത് ഏർജിങ് ഓഫ് കൊളീഗ്, അദ്ദേഹത്തിന്റെ കൊളീഗ് മീൻസ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ നിർബന്ധപ്രകാരം ഐൻസ്റ്റീൻ wrote a letter to the American President Franklin D. Roosevelt. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന് ഒരു കത്തെഴുതി. എന്നായിരുന്നു അത്? on to August 1913 ഓഗസ്റ്റ് 2-ാം തീയതി അദ്ദേഹം കത്തെഴുതി. in which he warned, പക്ഷെ അതിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: a single bomb of this type exploded in a port might very well destroy the whole port with some of the surrounding territory. അദ്ദേഹം പറഞ്ഞു ചെറിയൊരു സിംഗിൾ ബോംബ് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ചെറുതാണ്, ബട്ട് അത് എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. His words did not fail to have an effect. അദ്ദേഹത്തിന്റെ ആ വാക്ക് സത്യമായിരുന്നു. എന്തായി? അമേരിക്കൻസ് developed the atomic bomb in a secret project of their own and dropped it on the Japanese cities of Hiroshima and Nagasaki in August 1945. അങ്ങനെ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ആ ചെറിയ ബോംബ്, ആറ്റോമിക് ബോംബ്, അമേരിക്ക എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു അവരുടെ ഒരു സീക്രട്ട് പ്രൊജക്റ്റ് ആയിട്ട്. അങ്ങനെ അതെന്ത് ചെയ്തു? അതെടുത്തിട്ട് അവര് ഓഗസ്റ്റ് 1945 ഹിരോഷിമ ആൻഡ് നാഗസാക്കി എന്ന് പറഞ്ഞ 2 സ്ഥലത്ത് അവരെന്ത് ചെയ്യണേ? അണുബോംബ് വർഷിച്ചു. ആ സ്ഥലമൊക്കെ എന്തായി? നശിച്ചു പോവുകയും ചെയ്തു. നെക്സ്റ്റ്. Einstein was deeply shaken by the extent of the destruction. This time he wrote a public missive to the United Nations. In it he proposed the formation of a world government. Unlike the letter to Roosevelt, this one made no impact. But over the next decade, Einstein got more involved in politics, agitating for an end to the arms buildup and using his popularity to campaign for peace and democracy. So Einstein was deeply shaken by the extent of the destruction. ഐൻസ്റ്റീന് ആ ഒരു നശീകരണം, അതായത്
ജപ്പാനിലുള്ള ഹിരോഷിമ നാഗസാക്കി എന്ന് പറയുന്ന 2 സ്ഥലം അങ്ങനെ നശിച്ചു പോയപ്പോൾ അത് ഒരുപാട് വിഷമത്തിലാക്കിയാരെ ഐൻസ്റ്റീന്. അദ്ദേഹം എന്താ ചെയ്തേ? ദിസ് ടൈം ഹി wrote a public missive to the യുണൈറ്റഡ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻസിന് അദ്ദേഹം എന്ത് ചെയ്യണേ? ഒരു പബ്ലിക് മിസ്യൂ മീൻസ് ലെറ്റർ, സ്പെഷ്യലി ലോങ് ആൻഡ് ഒഫീഷ്യൽ ലെറ്റർ എന്നാണ്. ആ ലെറ്റർ അദ്ദേഹം എഴുതുകയാണ്. എന്താ എഴുതിയത്? ഇൻ ഇറ്റ് ഹി പ്രൊപ്പോസ്ഡ് ഫോർമേഷൻ ഓഫ് വേൾഡ് ഗവൺമെന്റ്. അപ്പൊ അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് ഉന്നയിച്ചത് നമുക്ക് വേൾഡ് ഗവൺമെന്റ് ഉണ്ടാക്കണം എന്നായിരുന്നു. ബട്ട് അൺലൈക്ക് ദ ലെറ്റർ ടു റൂസ്വെൽറ്റ്, ദിസ് വൺ മെയ്ഡ് നോ ഇമ്പാക്ട്. പക്ഷെ ആറ്റോമിക് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി റൂസ്വെൽറ്റിന് അദ്ദേഹം ഒരു ലെറ്റർ അയച്ചപ്പോൾ അതിന് പെട്ടെന്ന് അവര് ആൻസർ തന്നു. പക്ഷെ അതുപോലെ ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചപ്പോൾ അതിന് എന്ത് ചെയ്തില്ല? ആരും അതിന് പ്രതികരിച്ചില്ല, അതിനൊരു ഇമ്പാക്റ്റും ഉണ്ടായില്ല. ബട്ട് ഓവർ ദ നെക്സ്റ്റ് ഡീക്കേഡ് ഐൻസ്റ്റീൻ ഗോട്ട് എവർ മോർ ഇൻവോൾവ് ഇൻ പൊളിറ്റിക്സ്. പക്ഷെ ഈ ഹിരോഷിമ നാഗസാക്കി എന്ന് പറയുന്ന സ്ഥലത്തുള്ള നശീകരണം അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്? വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തീരുമാനിച്ചു എന്താണ്? ഐൻസ്റ്റീൻ ഗോട്ട് എവർ മോർ ഇൻവോൾവ് ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ അദ്ദേഹം കൂടുതൽ ഇൻവോൾവ് ആകാൻ തീരുമാനിച്ചു. അജിറ്റേറ്റിംഗ് ഫോർ ആൻ എൻഡ് ടു ദ ആംസ് ബിൽഡപ്പ് ആൻഡ് യൂസിംഗ് ഹിസ് പോപ്പുലാരിറ്റി ടു ക്യാമ്പയിൻ ഫോർ പീസ് ആൻഡ് ഡെമോക്രസി. അജിറ്റേറ്റിംഗ് മീൻസ് സമരം നടത്തുക. എന്ത് ചെയ്തു? അദ്ദേഹം ഇതിനെതിരെ അത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെ അദ്ദേഹം പൊളിറ്റിക്സിൽ ഇറങ്ങി സമരം നടത്താൻ തുടങ്ങി. അജിറ്റേറ്റിംഗ് ഫോർ ആൻ എൻഡ് ടു ദ ആംസ് ബിൽഡപ്പ് ആൻഡ് യൂസിംഗ് ഹിസ് പോപ്പുലാരിറ്റി ടു ക്യാമ്പയിൻ ഫോർ പീസ് ആൻഡ് ഡെമോക്രസി. പിന്നെ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന അദ്ദേഹം നല്ലൊരു സയന്റിസ്റ്റ് ആയ നിലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അറിയപ്പെട്ടിട്ടുണ്ടല്ലോ. ആ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സമാധാനത്തിന് വേണ്ടിയിട്ട് പോരാടാൻ തുടങ്ങി. നെക്സ്റ്റ് 17. When Einstein died in 1955 at the age of 76, he was celebrated as a visionary and world citizen as much as scientific genius. Visionary means a person who can think about the future in an original and intelligent way. So, Einstein died in 1955. അങ്ങനെ 1955 എത്തിയപ്പോൾ 76-ാമത്തെ വയസ്സിൽ ഐൻസ്റ്റീൻ മരണപ്പെട്ടു. He was celebrated as a visionary and world citizen as much as scientific genius. ഒരു സയന്റിഫിക് ജീനിയസ് എന്ന നിലയിൽ അദ്ദേഹം എത്രത്തോളം അറിയപ്പെട്ടോ അത്രത്തോളം അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണെന്ന രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ? അറിയപ്പെട്ടിരുന്നു. വിഷണറി മീൻസ് എ പേഴ്സൺ who can think about the future in an original and intelligent way. Got it? Now I'm going to close this chapter. Thank you. Assalamu alaikum.